എന്റെ മോൻ ഈ എണ്ണ തേച്ചൊന്ന് കുളിക്കോ? കൊച്ചു പോയി മുങ്ങി കുളിക്കോ? എന്റെ കുട്ടി എണ്ണ തേച്ചിട്ട് ഉണ്ട് പൊക്കോളോണ്ട് കൊല്ലയില് നീന്തി കുളിക്കട്ടോ. ഓക്കെ, അത് കേട്ടോളോ. അച്ഛമ്മേ ഞെട്ടിപ്പോയി. അയ്യോ ഞാൻ ഗുളിക തരാ മോളെ. ആണോ? ഇല്ല, തീർന്നിക്കണോ? വാങ്ങിത്തരാട്ടോ. മിന്നു വരുന്നുണ്ട്, വാങ്ങിക്കൊണ്ടുവരാൻ പറയാം. അതുണ്ടോ അവിടെ നോക്കിയില്ല ഞാന്. ഞാനിപ്പോ എന്ത് പറയാനാ വന്നേന്നറിയോ? ഒരാള് അച്ഛമ്മേനെ എണ്ണ വെച്ചിട്ട് പറയണേ, ഭയങ്കര നല്ല ഉറക്കം കിട്ടി, കൊറേ കാലമായിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല അത്രേ. അപ്പൊ എണ്ണ തേച്ചിട്ട് തലക്ക് നല്ല സുഖമുണ്ട്. അതെയോ? ഉണ്ടാക്കുമ്പോള് എന്നിട്ട് 2 കുപ്പി അധികം വേണമെന്ന് പറഞ്ഞു. അതെയോ? ആയിക്കോട്ടെ, മുത്തശ്ശിനോട് പറയണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. വാസനയൊക്കെ ഭയങ്കര ഇഷ്ടായിന്ന്. അതെയോ? സന്തോഷായി. വയ്ക്കും പോലെ നോക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുത്തശ്ശിയെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ വെറൊരു തള്ളായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. മുത്തശ്ശിയുടെ കാച്ചിയുടെ കൈ കിട്ടിയപ്പോ തന്നെ അത് പൊട്ടിച്ച് വാസനിച്ച് ആ വാസന അടിപൊളിയെന്ന് മുത്തശ്ശീനെ അറിയിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഏകദേശം ബോട്ടിലൊക്കെ തീരാനാവുമ്പോഴായിരിക്കും ആളുകൾ അത് ഉപയോഗിച്ചതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനാണ്. പക്ഷെ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് കേട്ടോ ആൾക്കാർ അത്ര നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് തന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാച്ചി എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നൊന്നും ഞങ്ങളൊരു ബിസിനസ് പ്ലാൻ ആയിട്ടൊന്നും തുടങ്ങിയതല്ല. പക്ഷെ എണ്ണ വാങ്ങിയവരൊക്കെ ബോട്ടിൽ പകുതി ആയപ്പോ തന്നെ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി എന്തായാലും മുത്തശ്ശിക്ക് ഇത് ആരം പിടിച്ചു. ഇപ്പൊ രാവിലെ എണീറ്റ് വരുന്ന തന്നെ ഇന്ന് എത്ര പേർക്ക് എണ്ണ അയക്കാനുണ്ടെന്ന് ചോദിച്ചിട്ടാണ്. ഒരു കണക്കിന് ഈ പ്രായത്തിലൊക്കെ വയസ്സായി ഇനി ഒന്നും വയ്യാന്ന് പറഞ്ഞിട്ടൊരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നത് തന്നെയാണ്. സന്തോഷം കണ്ടെത്തുക മാത്രല്ല കേട്ടോ, ഈ എണ്ണയൊക്കെ കൊടുത്ത് ആളിപ്പോ ചെറിയൊരു ഓൺട്രപ്രണർ ആയിട്ടുണ്ട്. മുത്തശ്ശിയുടെ ഭാഷയിൽ പറഞ്ഞ മുത്തശ്ശി ഓന്തായി. ഈ 94ാമത്തെ വയസ്സിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശ് ഉണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ മുത്തശ്ശി ശരിക്കും മാസല്ലേ. വെറുതെ അങ്ങനെ ഇരുന്നിട്ടും കുത്തിരുന്നിട്ടും തിന്നിട്ടും ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്താ കാര്യം? നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്തെടുത്താൽ അതായി, അത്രയുണ്ട്. അച്ഛമ്മയാണ് ഇതൊക്കെ നിറയ്ക്കണം കേട്ടോ. പണ്ട് മുതലേ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് എൻ്റെ അച്ഛൻ ചീത്ത അറിയും. ഓ, എൻ്റെ ഒരു പണി ഒരു നേരൊന്ന് വെറുതെ കുത്തിരുന്നൂടെ നോക്കിയിട്ടുണ്ട്. ഇതേമാതിരി എണ്ണ ഉണ്ടാക്കും അച്ഛൻ. മക്കളുടെ തലയിലൊക്കെ അച്ഛൻ തന്നെ തേച്ച് കൊടുക്കും. വലിയ ഉരുളിയിലുണ്ടാക്കുക. കുറേ കാലത്തേക്ക് ഉണ്ടാവും. അപ്പം കാച്ചിയൊക്കെ കൊണ്ടുപോയി അച്ഛൻ എന്ത് ചെയ്യാം? എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാം? അച്ഛൻ അവിടെ ഇല്ലാത്ത സമയത്ത് അച്ഛൻ കൊടുക്കും, കൊടുക്കാതെയല്ല. പിന്നെ അമ്മ അതിന് ഒരു പാത്രം കൊണ്ടുപോയി ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് മുക്കിയിട്ട് കൊണ്ടുവരും. അത് എന്തിനാന്നറിയോ? മരുവനെടുക്കാൻ. മരുവനാരാ? ഇവിടെ കണ്ടല്ലോ ഈ അച്ഛമ്മയുടെ ഹസ്ബൻഡ് ആരാണ്? അതെനിക്കറിയില്ല. അച്ഛമ്മേന്റെ ഹസ്ബൻഡ്. അത് ശരി. കർപ്പൂരം ഇടും. കർപ്പൂരം ഇട്ടാൽ നല്ല വാസന ഉണ്ടാവും. തലയ്ക്ക് നല്ലതാണ് കർപ്പൂരം, നല്ലതാ. അതാണ് ഈ എണ്ണേന്റെ പവർ. ആ വാസന ഉണ്ടോ തുറന്നു വെച്ചപ്പോഴേക്ക്? ഇവിടെയൊക്കെ നല്ല സ്മെല്ലുണ്ട്. പൈലേറെ ഉണ്ടാവൂല. അതിലും ഉണ്ട് നിറയെ.